ഹായ് ഫ്രണ്ട്സ്, സന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് ലൈമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മുന്തിരി ഉപയോഗിച്ചുള്ള ഫ്രൂട്ട് ലൈമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 10-12 കറുത്ത മുന്തിരി കുരുവുള്ളത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ ഏലക്ക, ഓപ്ഷണലാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുന്തിരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഏലക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മതിയായ അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് ഫ്രൂട്ട് ലൈമിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ലൈം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഫ്രൂട്ട് ലൈം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസുകസ് കൂടി ഈ ഫ്രൂട്ട് ലൈമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ലൈം റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട് ലൈമിന് നിങ്ങൾക്ക് മുന്തിരി അല്ലാതെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.